ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് റീ എൻറ്റർ ചെയ്യുക, ക്യാപ്ച ഫില്ല് ചെയ്യുക. ശേഷം അവിടെ സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുക്കുന്ന സമയത്ത് മെയിലിലേക്ക് ഒരു OTP പോകും. ആ OTP എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്റർ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജിലായിരിക്കും വരുന്നത്. അവിടെ ഇടത് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴെ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ മൈൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അത് ഇവിടുന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ലാതെ ലിങ്ക് തരാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു നോഡ് ID കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ നോഡ് ID കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരെ ജാവാ നോഡിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ID എടുക്കാനുള്ളത്. ആ ID എടുത്തുകൊണ്ട് വന്ന് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സ്റ്റാർട്ട് ഉണ്ട്. ഈ സ്റ്റാർട്ട് മൈനിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ സ്റ്റാർട്ട് മൈനിങ് ആവുള്ളൂ. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഒരിക്കൽ 1-2 പ്രാവശ്യം കൊടുത്തുകൊണ്ടാവത്തില്ല. 2-3 പ്രാവശ്യം നമ്മൾ കൊടുക്കണം. പിന്നെ ഒരു നെറ്റ്വർക്കിൽ ഒരെണ്ണം മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈൽ ആണെങ്കിൽ ഒരു മൊബൈലിൽ ഒന്നേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ വൈഫൈ ഉപയോഗിച്ച് നമുക്ക് വേറെ ഒരെണ്ണത്തിൽ ചെയ്യാൻ പറ്റില്ല. ഒരു കണക്ഷൻ വെച്ച് ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇൻസ്റ്റാൾ റൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഈ ഇൻസ്റ്റാൾ റൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ നോഡ് ID അവിടെ കിട്ടും. ആ ID ഇവിടുന്ന് കോപ്പി എടുക്കണം. ഇവിടുന്ന് കോപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് കൊടുത്തിട്ട് വേണം മൈനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം എനിക്കിവിടെ എറർ കാണിക്കുന്നുണ്ട്. ഈ എറർ കാണിക്കുന്നത് ഞാൻ ഒരു വൈഫൈയിൽ ഒന്നിൽ കൂടുതൽ കണക്ട് ചെയ്തതിനെ കൊണ്ടാണ്. ഞാനിത് മൊബൈൽ ഡാറ്റ കൊടുത്തിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഓക്കെ ആവും. അപ്പോൾ നമ്മൾ ഈ ചെക്ക് മൈ റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെയാണ് പോകുന്നത്. അതായത് നമ്മൾ മൈനിങ്ങിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഈ സാധനം റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ വന്നിട്ട് ഫസ്റ്റ് കിടക്കുന്ന വെൽക്കം ക്ലിക്ക് ചെയ്യുക. വെൽക്കം ക്ലിക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഈ താഴെ വരുന്ന ഈ കാണുന്ന ഫസ്റ്റ് ലിങ്ക് മൈനിങ്ങിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ ഒരു പേജിൽ വരും. ഇവിടെ വന്നിട്ട് നമുക്ക് വാലറ്റ് ബൈൻഡ് ചെയ്യണം. വാലറ്റ് ബൈൻഡ് ചെയ്തതിന് ശേഷം ചെയ്യാനുള്ളത് മീസോണിൻ്റെ ട്വിറ്റർ നമുക്ക് ഫോളോ ചെയ്യാറുണ്ട്. അത് റീട്വീറ്റ് ചെയ്യുകയും ആ റീട്വീറ്റ് ചെയ്ത ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയും വേണം. ആദ്യം നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാം. വാലറ്റ് കണക്ട് കൊടുക്കുക. മെറ്റാമാസ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വലത് സൈഡിലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് മോഡാണോ എന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ വന്നിട്ട് മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കണക്റ്റ് ആണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ശരിക്കും അതവിടെ കണക്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ, ബൈൻഡിങ് നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളത് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബൈൻഡിങ് നടക്കും. അവിടെ കാണിക്കും ബൈൻഡിങ് സക്സസ്ഫുള്ളി ആയിട്ട് കാണിക്കും. വീണ്ടും മെയിൻ പേജിൽ വന്ന് ട്വിറ്റർ കണക്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക. റീട്വീറ്റ് ചെയ്തിട്ട് ആ ലിങ്ക് വ്യൂവിൽ വന്ന് ആ ലിങ്ക് കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് വെരിഫൈ റിവാർഡ് കൊടുക്കുക. അതും അവിടെ സക്സസ് ആയിട്ട് കാണിക്കും. വീണ്ടും മെയിൻ പേജിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ട് അവിടെ മീസോൺ റിവാർഡ് ക്ലിക്ക് ചെയ്യുക. മീസോൺ റിവാർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈനിങ് ഡെയിലി എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ ടാസ്കിൽ പറഞ്ഞിരുന്ന 15,000 അവിടെ കിട്ടിക്കാണും, പോയിൻറ്റ്സ് കിട്ടിക്കാണും. പിന്നെ ഇപ്പുറത്ത് കാണിക്കണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മൈൻ ചെയ്തല്ലോ, ആ മൈൻ ചെയ്ത് തുടങ്ങിയ പോയിൻറ്റ്സും അവിടെ കാണിക്കുന്നത് റീസെൻ്റ് നടന്നുകൊണ്ടിരുന്നത് കാണിക്കും. താഴെ ഗ്രാഫാണ് കാണിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 24 മണിക്കൂറാകുമ്പോൾ അപ്പോൾ തുടർന്ന് മൈൻ ചെയ്യുക.